ഗൈസ്, നിങ്ങളുടെ വീട്ടിലത്തെ ഇതുപോലത്തെ കുഞ്ഞു ബേബീസ് ഉണ്ടോ? അവരുടെ ഇപ്പത്തെ മെയിൻ പരിപാടി എന്താ? ഇങ്ങനത്തെ ഡ്രോയറും ഷെൽഫും ഒക്കെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് അതിലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടുക. ഇഷ്ടായി അവനെ പറ്റിയാ പറയണത്, മനസ്സിലായി. സാധനങ്ങൾ എടുത്ത് പുറത്തിട്ട് അത്ര കുഴപ്പമില്ല, നമുക്ക് എടുത്ത് അകത്ത് വെക്കാൻ കുറച്ച് പണിയാണ്, എന്നാലും സാരമില്ല. പക്ഷെ ഇവര് ഇടയ്ക്ക് കൈ വെച്ച് അടയ്ക്കും. പിന്നെ കരച്ചിലായി, ബഹളായി, മേളായി, ഇതെന്നും ആവുമ്പോ അത്ര സുഖമില്ല അല്ലേ? അപ്പൊ അതിന് ഇങ്ങനത്തെ ഷെൽഫ്സും ഡ്രോയറൊക്കെ ഓപ്പൺ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇതാണ് അപ്പൊ നമ്മ പറഞ്ഞ ആ സാധനം, ഷെൽഫ്സും ഡ്രോയറും ഒക്കെ ഓപ്പൺ ചെയ്യാണ്ടിരിക്കാനുള്ളത്. സമ്മതിക്കില്ല, എല്ലാ ഡ്രോയറും ഷെൽഫും ക്ലോസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കും. എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിൾ ആണ്, കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഒട്ടിക്കാം, ഇവിടെ നിന്ന് ഒട്ടിക്കാം, ഈ സൈഡിൽ നിന്ന് ഒട്ടിക്കാം. ഞാനിപ്പോ ഈ സൈഡിൽ നിന്നാണ് ഒട്ടിക്കുന്നത്. ഈ ലോക്കിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് റിമൂവ് ചെയ്ത ശേഷമാണ് ഒട്ടിക്കേണ്ടത്. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡ്രോയർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ലോക്ക് അൺലോക്ക് ചെയ്യാൻ അവിടെ ഒരു ആരോ ഉണ്ട്, അതിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതേ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് വീണ്ടും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഈ ലോക്ക് നമുക്ക് ലോങ് ടൈം പർപ്പസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. ഈസിയാണ് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഇവർ ഈസി ആയിട്ട് അത് ഓപ്പൺ ചെയ്യും. പക്ഷേ ഈ ഒരു പ്രായത്തിൽ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇവർ ഡ്രോയർ ഓപ്പൺ ചെയ്യില്ല, കൈവച്ച് ക്ലോസും ചെയ്യില്ല. പിന്നെ ഇതിനകത്ത് പ്രൈസൊന്നുമില്ല. ഇതൊരു പാക്കറ്റിൽ 10 എണ്ണം ഉണ്ടായിരുന്നു. 10 എണ്ണത്തിന് 26 kroner ആയിരുന്നു. 3 ഞാനിത് വാങ്ങിയത്. നാട്ടിലും ഇത് അവൈലബിൾ ആണ്.